അന്ന് 16 പോയ അടിച്ച 6 ആണ് ഇന്ന് 2025 ഞാൻ കൊണ്ടു കിടക്കണേ. എൻ്റെ വേറെ ഞാൻ അതിൻ്റെ ശേഷം എവറസ്റ്റ് കിടക്കാൻ പോയിട്ടില്ല. ആ യാത്രയെക്കുറിച്ച് പറയൂ. എന്താ പറയുക, ഞങ്ങളൊരു വാരണാസി ഒരു ഫെബ്രുവരി 14 പോയൊരു യാത്രയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടി ചുമ്മാ വാരണാസി. അതിനു മുമ്പ് ഞങ്ങൾ ഒരുപാട് പോയിട്ടുണ്ട് കേട്ടോ. അതൊന്നും എവിടെയും ആരും കണ്ടില്ല. അല്ലെങ്കിൽ അതാ ഞാൻ പറഞ്ഞ ഐ എം നോട്ട് ഒരു 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 പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ എന്ന് തന്നെ പറയാൻ പറ്റില്ല. ആണല്ലോ, അമ്മമാർക്ക് ഇഷ്ടപ്പെടും. എന്നെ കൊണ്ടായ അമ്മമാർക്കേ ഇഷ്ടപ്പെടുള്ളൂ, പെൺകുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല. അല്ല, നിങ്ങൾ രണ്ടുപേരും കൂടി ഓക്കെ ആദ്യം ചെയ്ത യാത്ര ബോംബെ ലോങ് ബാക്ക്, അതിനും കുറെ മുമ്പാ. സോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് ട്രിപ്പ്. അത് കഴിഞ്ഞിട്ടാണ് വാരണാസി ട്രിപ്പ് കുറെ നാളത്തെ അതിൻ്റെ ഇടയിൽ വേറെയും പോയിട്ടുണ്ട്. പക്ഷെ ഈ വാരണാസി പോയത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ പ്ലാൻഡ് അല്ല. ഞങ്ങൾ ജസ്റ്റ് വാരണാസി ഗംഗാരതി കണ്ട് തിരിച്ചു വരിക ഒരു പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 3 ദിവസത്തെ വാരണാസി ഗംഗാരതി ആക്ടിവിറ്റിയൊക്കെ കഴിഞ്ഞ് ലോക്കൽ ഗംഗ സൈറ്റ് സീയിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് തൃശ്ശൂർക്ക് പോരുക. ആ ഒരു ട്രെയിൻ മുഗൾ സാറായി റെയിൽവേ സ്റ്റേഷൻ ടു ഡൽഹി, അതായത് വാരണാസി റെയിൽവേ സ്റ്റേഷൻ ടു ഡൽഹി. ആ ട്രെയിൻ യാത്രയിൽ ഒരു പരിചയപ്പെട്ട ഒരു കഥാപാത്രം, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് എൻ്റെ ലൈഫിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അവർ ഒരുപാട് നല്ലതുകൾ ഞങ്ങൾക്ക് ഇതേപോലെ ചെയ്തു തന്നിട്ടുണ്ട്. അത് മേ ബി ഒരു ഗൈഡായിരിക്കാം, മേ ബി ഒരു TT ആയിരിക്കാം, ഡ്രൈവർ ആയിരിക്കാം, ആ ഹോം സ്റ്റേയിലെ ആളായിരിക്കാം. അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ TT ഇങ്ങനെ എങ്ങടെ പോണേ സാറേ എന്ന് ചോദിച്ചു. അപ്പം ഞങ്ങളിങ്ങനെ ഡൽഹിക്കാണ് എന്നൊക്കെ പറയുന്നു. ഞാൻ ചുമ്മാ അമ്മ അവിടെ വാരണാസിയിൽ നിന്ന് കിട്ടിയ പ്രസാദമൊക്കെ ആൾക്ക് കൊടുക്കുന്നു. ആളൊരു പാലക്കാടുകാരൻ, ഒരു അയ്യരാ. അപ്പോൾ ആളുടെ കഥയൊക്കെ പറയുന്നു. തൃശ്ശൂർ പൂരം കാണാൻ വരാൻ ഞങ്ങൾ ക്ഷണിക്കുന്നു. എൻ്റെ ഇടയിൽ പുള്ളി ചുമ്മാ ഞാൻ ചോദിച്ചു, അപ്പോൾ സാറ് എന്നാ നീ തിരിച്ചെന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞു, ഞാനിനി ഷിംല പോയിട്ട് തിരിച്ചു പോകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഷിംലയ്ക്ക് പോയാ? അപ്പം ഞാനിങ്ങനെ അമ്മ ഇങ്ങനെ നോക്കുന്നുണ്ട്. അമ്മ അപ്പം അമ്മ ഒന്നുമില്ല, ഒരു ലഗേജ് ഇല്ല, ഒരു ഡ്രസ്സ് ഇല്ല, സോക്സ് ഇല്ല, ഷൂസ് ഇല്ല, ഒന്നുമില്ല. അങ്ങനെ നിങ്ങൾ ഇതിൽ തന്നെ ഇരുന്നോ, ഈ സീറ്റിൽ തന്നെ ഇരുന്നോ, ഞാൻ ടിക്കറ്റ് തരാമെന്ന് പറഞ്ഞ് ആ ഡൽഹി നേരെ ക്യാൻസൽ ചെയ്ത് ഷിംലയാക്കി. കൽക്ക ഷിംലയ്ക്ക് തൊട്ട് താഴെയുള്ള സ്റ്റോപ്പാണ്. അങ്ങനെ ഞങ്ങൾ കൽക്ക ചെന്നിറങ്ങി. അവിടുന്ന് ഷിംല, പിന്നെ അവിടുന്ന് അങ്ങനെ നേരെ മുകളിലേക്ക് ഇങ്ങനെ പോവാണ്. എനിക്ക് ഒരുപാട് തവണ ഞാൻ ഈ സ്റ്റോറി പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ എനിക്കിപ്പോഴും ആ യാത്ര എൻ്റെ ഒരു മനസ്സിലായൊരു യാത്രയിൽ സ്റ്റക്കാണ് ഞാൻ. കാരണം അതിന് ഭയങ്കര ലൈഫ് ഉണ്ടായിരുന്നു, ഭയങ്കര ബ്യൂട്ടിഫുൾ. അതിന് ശേഷം പോയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ പോകുന്ന യാത്രകൾ, അതിന് എന്നും നമുക്കൊരു പഞ്ച് കൂടുതലായിരിക്കും. ഗീതാമ്മയ്ക്ക് അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് തോന്നിയിരുന്നോ, അതോ അതിനുശേഷം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഭയങ്കര ഒരു അനുഭൂതിയുള്ള യാത്ര എന്താ വെച്ചാൽ, ഞാൻ മോട്ടോർ സൈക്കിളിൽ കയറില്ലായിരുന്നു. വീട്ടിലെ അച്ഛൻ മോട്ടോർ സൈക്കിൾ പോകുമ്പോൾ അമ്മയുടെ സാരി ഇങ്ങനെ ഗാർഡുമ്പോൾ ചിറ്റുന്നത് കണ്ടിട്ടുള്ള ആ ഭയം കൊണ്ട് ഇവരൊക്കെ ആരോട് വിളിച്ചാലും ഞാൻ വണ്ടി കയറില്ലായിരുന്നു. അവിടെ ചെന്ന് ശരത്തന്നെ പ്രലോഭിച്ചു, നല്ല രസമാണ്, മഞ്ഞ് കൊണ്ടുപോവാം, ഇങ്ങനെ കാറ്റുകൊള്ളാം. ആദ്യം പറഞ്ഞപ്പോൾ അമ്മ പറ്റില്ല എന്ന് പറഞ്ഞു, വേണ്ട നമുക്ക് കാറിൽ പോകാമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ മേഘങ്ങളെ നമുക്ക് തൊടാം, മലകൾ നമ്മുടെ കാൽ കീഴിലായിരിക്കും, ഭയങ്കര ഭംഗിയാ റൂട്ട്. ഞാൻ മുമ്പ് പോയിട്ടുള്ള പലതവണ. അപ്പോൾ അമ്മ ലാസ്റ്റ് എന്നാൽ നോക്കാം, കുറച്ച് നേരം ബൈക്കിൽ പോവാം. അപ്പോൾ കുറച്ച് നേരം. പക്ഷേ ഞങ്ങൾ മണാലിയിൽ നിന്ന് താഴേന്ന് ബൈക്ക് എടുത്ത് മുകളിലേക്ക് പോയി. മുകളിൽ റോത്താങ് പാസൊക്കെ കറങ്ങി അവിടെ ഐസിൽ കിടന്ന് അമ്മ ഉരുളുന്നു, ഐസ് വാരി കഴിക്കുന്നു. ഞാനിങ്ങനെ മിററിൽ നോക്കുമ്പോൾ എനിക്ക് കാണാം, ഞാൻ അങ്ങനെ പതുക്കെ ഓടിക്കുന്നത്, വെരി സ്ലോ, മൈബി 20-30 എന്ന് വെച്ചാൽ എനിക്ക് സ്പീഡിൽ പോകാനുള്ള ഒരു പേടി കാരണം അമ്മയുള്ളതുകൊണ്ട്. അപ്പോൾ ഞാനിങ്ങനെ മിററിൽ നോക്കുമ്പോൾ അമ്മ ബാക്കിൽ ഇങ്ങനെ. ഹിന്ദി സിനിമയിലല്ലേ കണ്ടിട്ടില്ല ഈ മഞ്ഞൊക്കെ. ഞാൻ മഞ്ഞ് പറ്റാവുന്നിടത്തോളം ആസ്വദിച്ചു, കുറേ വാരി കഴിച്ചു നോക്കി. ഒന്നും അറിയില്ല, മഞ്ഞ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇതേമാതിരി കാണാം. പണ്ടത്തെ ഹിന്ദി സിനിമ, സെൻസില, അങ്ങനെയുള്ള ഹിന്ദി ബോബ്, അങ്ങനെയുള്ള എൻ്റെ കാലഘട്ടങ്ങളിലെ സിനിമയിലാണ് ഞാനിത് കണ്ടിരിക്കുന്നത്. ഞാനും ഭയങ്കര റീസെന്റ് ആണ് മഞ്ഞ് കണ്ടത്. കുട്ടിക്കാലത്തൊന്നും കണ്ടിട്ടില്ല, കണ്ടത്. അത് ആദ്യം കാണുന്നതിന്റെ ഒരു സന്തോഷം ഭയങ്കരമാണ്. ചിലപ്പം നമ്മൾ ഒരു ഹൈറ്റിലേക്ക് പോകുമ്പോൾ റോഡ് സൈഡിലാണ് ആദ്യം കണ്ടു തുടങ്ങുന്നത്. മണ്ണൊക്കെ പുരണ്ട. ഞങ്ങൾ പോയ ടൈമിൽ ഇങ്ങനെ കൈ വെച്ച കയ്യിൽ കോരിയെടുക്കായിരുന്നു, അത്രയും ഫ്രഷ് സ്നോ ആയിരുന്നു. സാധാരണ അമ്മമാരല്ലേ പറയാം, ഡാ മതി കയറ്. എനിക്കൊരു പേടി ഫ്രോസ് ബൈറ്റ് വരും, കാരണം നമ്മുടെ ഷൂസൊക്കെ വെരി നോർമൽ, ഐസിലിടാൻ പറ്റുന്ന ഷൂസ് അല്ല, ഗ്ലൗസ് ഇല്ല, ബൂട്ട്സ് വേണം, ഒന്നുമില്ല, നമ്മൾ സാധാ ഒരു ലോക്കൽ ഷൂസ് ഇട്ട് പോയിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു പേടി, ഫ്രോസ് ബൈറ്റ് വരുമോ. അപ്പോൾ ഞാൻ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, എല്ലാം ഉണ്ടല്ലോ, എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ മതി പോരെ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു മിനിറ്റ്, കുറച്ച് നേരം കൂടി.